സ്വാദിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം ഇങ്ങെത്താറായി. അപ്പോൾ ഓണസദ്യ കെങ്കേമമാക്കാനായി നമുക്ക് എങ്ങനെയാണ് വളരെ രുചികരമായി ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഈ പായസം രുചികരമാക്കുവാനായി ഞാൻ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി എന്താണെന്ന് നമുക്ക് കാണാം. ഈ പായസം ഉണ്ടാക്കുവാനായിട്ട് ഞാൻ സൂചി ഗോതമ്പിൻ്റെ നുറുക്കാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു കപ്പിനൊരു 2-3 ടേബിൾ സ്പൂൺ കുറവ് നല്ല രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 250 ഗ്രാം വരെ ഓളം വരും ഈ സൂചി ഗോതമ്പിൻ്റെ നുറുക്ക്. ഇതിന് നല്ലതുപോലെ കഴുകിയിട്ട് ഒരു 3 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ പായസം ഉണ്ടാക്കാൻ ആവശ്യമായ മറ്റു ചേരുവകൾ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ സൂചി ഗോതമ്പിൻ്റെ നുറുക്ക് 3 മണിക്കൂർ കുതിർത്തിയിട്ട് വെള്ളമെല്ലാം മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര 1/4 കിലോ സൂചി ഗോതമ്പിന് നുറുക്കാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതിന് 1/2 കിലോ ശർക്കരയാണ് കറക്റ്റ് അളവെന്ന് പറയുന്നത്. ഒരിത്തിരി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കട്ടയും കൂടെ എക്സ്ട്രാ ഇടണം. ഞാനിവിടെ ഒരു കട്ടയും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് 1/2 കിലോയ്ക്ക് കുറച്ച് മേളിൽ. പിന്നെ 2.5 ഈ വലുപ്പത്തിലുള്ള 2.5 തേങ്ങ, പിന്നെ നെയ്യ്, ഏലക്ക, പിന്നെ കദളിപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ കദളിപ്പഴം നമ്മൾ അരച്ചും ചേർക്കുന്നുണ്ട്, കൂടാതെ അരിഞ്ഞും ചേർക്കുന്നുണ്ട്. ഈ കദളിപ്പഴമാണ് ഈ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും നൽകുന്നത്. കൂടാതെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി. ഇനി നമുക്ക് ഈ സൂചി ഗോതമ്പിൻ്റെ നുറുക്ക്, കുതിർത്ത് വെച്ച സൂചി ഗോതമ്പിൻ്റെ നുറുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി സൂചി ഗോതമ്പിൻ്റെ നിരപ്പിനെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 20 മിനിറ്റ് ഇത് വേവിക്കണം. ഈ സൂചി ഗോതമ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ചെറുതായി ഒന്ന് ചതച്ചിട്ട് അതിലൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഉരുക്കിയെടുക്കുന്നുണ്ട്. അതിൽ നൂൽപ്പാകമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ ഒരു പാനി പോലെ ആക്കി എടുത്താൽ മാത്രം മതി. ഇപ്പോൾ സൂചി ഗോതമ്പൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സൂചി ഗോതമ്പ് നമുക്ക് പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റണം. ഒരു ചുവട് കട്ടിയുള്ള പാത്രമാണ് നല്ലത്. ഞാനിവിടെ ഒരു ഉരുളിയിലേക്കാണ് മാറ്റുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് വരട്ടണം. ഈ സൂചി ഗോതമ്പ് വേവിച്ചത് നെയ്യുമായിട്ട് ചേർന്ന് ഒന്ന് വഴറ്റി ആ നെയ്യുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഈ സൂചി ഗോതമ്പിലേക്ക് ഒന്ന് പിടിക്കണം. അതിനുശേഷം നമുക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് തന്നെ ചേർത്തു. ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ഇതിലേക്കാണ് അരിച്ചൊഴിക്കുന്നത്. ഇനി ഈ ശർക്കരപ്പാനിയും വേവിച്ച് വെച്ച ഗോതമ്പുമായി നല്ലതുപോലെ യോജിപ്പിച്ച് ഇളക്കി ഇതിലെ ജലാംശം മുഴുവനും ഏകദേശം പകുതിയോളം വറ്റിക്കണം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വളരെ സൂക്ഷിച്ച് ഇളക്കണം. അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേണം ഇത് ജലാംശമെല്ലാം വറ്റിച്ച് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഏകദേശം 15 മിനിറ്റായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഇത് പാകമായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ 2.5 തേങ്ങ പിഴിഞ്ഞുണ്ടായ 2ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഇനിയും ഒരു 10-15 മിനിറ്റോളം ഇത് ഇളക്കി ഇപ്പോൾ ഉള്ള അളവിൻ്റെ പകുതിയായിട്ട് ഇത് കുറയ്ക്കണം. സൂചി ഗോതമ്പ് 2ാം പാലിൽ കിടന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കദളിപ്പഴം 2 അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഈ സൂചി ഗോതമ്പൊക്കെ നല്ലതുപോലെ 2ാം പാലിൽ കിടന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഈ 2ാം പാലിൽ കിടന്ന് സൂചി ഗോതമ്പ് വെന്ത് വരാനായിട്ട് ഏകദേശം 15 മിനിറ്റോളം ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി ഈ 1ാം പാല് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കദളിപ്പഴത്തിൻ്റെ കഷ്ണങ്ങളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. 1ാം പാല് ചേർത്തതിന് ശേഷം പായസം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നുറുക്കിയ പഴം ചേർത്ത് കൊടുത്തു. ഇനി ഇപ്പോൾ നമുക്ക് 2 പഴം നമുക്ക് മിക്സിയുടെ ബൗളിലിട്ട് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരച്ച പഴവും നല്ലതുപോലെ പായസവുമായിട്ട് മിക്സ് ചെയ്യണം. പിന്നീട് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്ത് ചേർക്കണം.
കൂടാതെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് പായസം അടച്ചു വെച്ച് ഉരുളി തന്നെ അടച്ചു വെച്ചിട്ട് ആ ചൂടിലിരുന്ന് തന്നെ ആ പഴമൊക്കെ വെന്തോളും. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. ഏലക്കാപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. നമ്മുടെ ഈ പായസത്തിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ കദളിപ്പഴത്തിൻ്റെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ഓണത്തിന് ഗോതമ്പ് പായസം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. കദളിപ്പഴം എന്നുള്ളത് ഉദ്ദേശിച്ചത് രസകദളിയല്ല. കദളിപ്പഴം എന്ന് തന്നെ നമ്മൾ പൂജാദ്രവ്യങ്ങളൊക്കെ കൊടുക്കുന്ന കടകളിൽ ചോദിച്ചാൽ നമുക്ക് കദളിപ്പഴം വാങ്ങിക്കാനായിട്ട് കിട്ടും.